ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് കയറ്റുക. കാരണം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് കുറച്ച് നീളം കൂടിപ്പോയി. അത് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഭാവിയിലേക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നിഫ്റ്റിയുടെ ലെവൽ പറഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ നിഫ്റ്റിയുടെ ലെവൽ വേണ്ടവർ അത് മാത്രം കേട്ടുകൊണ്ട് പോകല്ലേ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ക്ലോസ് ചെയ്തില്ല എങ്കിലും ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഇനി ഞാൻ അവധിയാണ്. അപ്പം അതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് ചെയ്തിട്ട് കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യില്ല. ഇനിയിപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ഉണ്ട്? ഇനിയുണ്ട് ഒരു 10-20 മിനിറ്റോളം മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. ഓക്കെ. ഇപ്പോൾ സമയം എത്രയായി? 15-12 ആയതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ എനിക്കറിയാം അക്ഷമയോട് നിങ്ങൾ കാത്തിരിക്കാമെന്നറിയാം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ആദ്യം പറയാം. മാർക്കറ്റ് ഞാൻ കാണിക്കാം. മാർക്കറ്റ് ഇന്ന് ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആണ്. ഇന്ന് 100 പോയിൻറ്റിന് മേളിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി പിന്നെ ഗ്യാപ്പ് ഡൗൺ ആകുമെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കാണിച്ചു അല്ലേ. ഇൻഡിക്കേഷൻ കാണിച്ച് എല്ലാവരും ഗ്യാപ്പ് ഡൗൺ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഓക്കെ, ഇന്നത്തെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും യൂട്യൂബിലും എല്ലായിടവും എന്തായിരുന്നു, ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആണ് പ്രതീക്ഷിക്കും എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ തന്നെ സംഭവിക്കത്തില്ല. കാരണം അതിനുള്ള ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു ഇല്ലേ. പക്ഷെങ്കിൽ അവസാന നിമിഷം ഏകദേശം ഞാൻ അതിൻ്റെ സമയം ഒന്ന് നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ. ഇത് നോക്കിക്കേ. ഇന്ന് രാവിലെ കറക്റ്റ് 9 സമയത്താണ് അത്. ഈ സമയം നോക്കിയേ. ഇന്ന് ഈ സമയം നോക്കി. ഈ സമയം നിങ്ങൾ നോക്കിക്കേ. ഈ സമയം നോക്കിക്കേ. 9:03 ആയപ്പോൾ. ഓക്കെ, 9:07 നമുക്ക് പ്രീ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീ മാർക്കറ്റ് ഇതിന് വേണ്ടി പിന്നെ പ്രീ മാർക്കറ്റ് നമ്മുടെ പൊസിഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരുന്ന ഓർഡറുകൾ ആക്റ്റീവ് ആകുന്ന സമയമാണ് 9:07. 9:03 ആയപ്പം ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനൊരു ന്യൂസ് മണി കൺട്രോൾ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഇത് രാവിലെ 9:03 പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്ന് രാവിലെ മീറ്റിംഗ് കൂടി അല്ലല്ലോ, ആണോ? അല്ല, ഇന്നലെ ഇവർ മീറ്റിംഗ് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് HDFC കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഇൻട്രീം ഡിവിഡൻറ്റിനോ അല്ല ബോണസ് ഇഷ്യൂനൊക്കെ തീരുമാനിക്കുന്നുണ്ട് എന്ന്. ഇതിപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്ത് കിടക്കപ്പാന്ന് എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവരുടെ വിളിച്ചു കൂട്ടി ബോർഡ് മീറ്റിംഗ് കൂടി നടത്തിയല്ലോ, ആണോ? അല്ല, ഇത് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി ഇങ്ങനെയുള്ള കാര്യം തീരുമാനിച്ചായിരിക്കും. പക്ഷേ ഈ സംഭവം സീക്രട്ടാക്കി വെച്ചിട്ട് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ 3 മിനിറ്റിന് മുന്നേ, അതായത് 9:07 നമ്മുടെ ഇത് സെറ്റിൽമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് വരുന്നത്, ഓർഡറുകൾ മാച്ചിങ് ആയി ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നു അല്ലേ. അതിന് മുന്നേ 9 മണിക്ക് പ്രീ മാർക്കറ്റ് തുടങ്ങും ഇല്ലേ. 9:03 ആയപ്പം എന്ത് ചെയ്ത് ഇവർ ഈ ന്യൂസ് പുറത്തു വിട്ടു. ഈ ഒരു ന്യൂസ് പുറത്ത് വിട്ടപ്പോൾ ഇനി അടുത്ത കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. ഗിഫ്റ്റ് നിഫ്റ്റി, നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയെ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി എന്ത് ചെയ്യേ, ഗിഫ്റ്റ് നിഫ്റ്റി ഇത് നോക്കേ. ഈ സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കണ്ട സംഭവമാണിത്. നിങ്ങൾ നോക്കിക്കേ. കറക്റ്റ് 9 നിങ്ങൾ കണ്ടോ, 8:50 ആയപ്പോൾ. ഓക്കെ, 8:50. ഇതൊന്നും നമ്മളറിയാതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇല്ലേ. 8:50 ആയി. 8:50 ക്യാൻഡിലായി കാണുന്നത്. 8:50ഉം 8:55 നോക്കിക്കേ. ഇത് ഓൾറെഡി ന്യൂസ് അവിടെ ഇട്ടെങ്കിലും 2, 3, 5 മിനിറ്റിന് മുന്നേ ഇൻസൈഡ് ന്യൂസ് കിട്ടി കാണുമല്ലോ. ആ സമയമായപ്പോൾ അതാ നോക്കിക്കേ. ഗിഫ്റ്റ് നിഫ്റ്റി ഒറ്റയടിക്ക് 50 പോയിൻറ്റ്, 50 അല്ല 60 പോയിൻറ്റോളം ഏകദേശം നമുക്ക് നോക്കാം. ഇവിടെ ആയിരുന്നു നമുക്ക് നിന്ന് 170 നിന്ന് ഏകദേശം 219. അപ്പം 170ഉം ഏകദേശം 50 പോയിൻ്റ് ഒറ്റയടിക്ക്, 50 പോയിൻ്റ് ഒറ്റയടിക്ക് ഗിഫ്റ്റ് നിഫ്റ്റി കയറി. മനസ്സിലായി? ഈ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രീ ഓപ്പണിങ് എന്ത് ചെയ്തു, ഫ്ലാറ്റായിട്ട് അവർ ഓപ്പൺ ചെയ്യിച്ചു. കാരണം ഇതിപ്പോൾ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ ഉള്ള റീറ്റെയിലേഴ്സ് എല്ലാം ചാടി കയറും. എന്തിനു വേണ്ടി ഇവർ ചാടി കയറുന്നത് എന്തിനു വേണ്ടിയാണ്? ഡിവിഡൻറ്റ് കിട്ടാൻ വേണ്ടി. സ്പെഷ്യൽ ഡിവിഡൻറ്റ് ഓൾറെഡി പിന്നെ HDFC സ്പെഷ്യൽ ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചു. ഉടനെ 10, 20, 25 കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, എല്ലാവരും ചാടിക്കയറി എന്ത് ചെയ്യും,
പിന്നെ HDFC വാങ്ങിക്കാനുള്ള വകുപ്പ് നോക്കും ഇല്ലേ, അല്ലെങ്കിൽ HDFC വാങ്ങിക്കാനുള്ള വകുപ്പ് നോക്കും, അല്ലെങ്കിൽ HDFCയിൽ CE എടുക്കാനുള്ള, കാരണം ബോണസും കിട്ടുന്നുണ്ട് 1:1, ചിലപ്പോൾ എത്ര അറിയത്തില്ല ബോണസ്, ആ ബോണസും കിട്ടും. അപ്പം ഏറ്റവും ഹെവി വെയിറ്റേജ് സ്റ്റോക്കിന് ബോണസ് കിട്ടുന്ന ദിവസമല്ലേ ഇല്ലേ, അപ്പോൾ ഇത് കിട്ടിയെങ്കിൽ ഇത് കയ്യിലുള്ള ഹോൾഡിംഗ് ഉള്ളവർക്ക് സാധനം കിട്ടത്തുള്ളൂ. ഉടനെ ചാടിക്കയറി HDFC മേടിക്കുന്നത്, HDFCയുടെ CE വാങ്ങിക്കുന്നു, അങ്ങനെ ആകെ ബഹളം. അങ്ങനെ എന്ത് ചെയ്തു, 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധനം ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്ത് സംഭവിച്ചേ, ഇനി ഇവിടെ നോക്ക്, ഇനി അടുത്ത കഥ നോക്കിക്കോ. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്ത് ചെയ്തേ, ഇതടുത്ത് നോക്കിക്കേ, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു, അതിനുശേഷം അവരെന്ത് ചെയ്തു, 70 പോയിൻറ്റ് പൊട്ടിച്ച്. മനസ്സിലായി പറഞ്ഞു, എന്താ നോക്കിക്കേ, എത്രയാണ്, 218, 142, ഏകദേശം 70 പോയിൻറ്റ്. 70 പോയിൻറ്റ് അവർ മാനമായിട്ട്, 70 അല്ല അതിൽ കൂടുതലുണ്ട്, എത്ര ഇവിടെ നോക്കട്ടെ, ഇവിടുന്ന് 218 ഇവിടം വരെ 135, 70, 18, 88 പോയിൻറ്റ് മാനമായിട്ട് 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധനം ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് 88 പോയിട്ട് അവർ മാനമായിട്ട് പൊട്ടിച്ച് അവർ ഉള്ള കാശും പോക്കറ്റിലുണ്ട് വീട്ടിൽ പോയി. നമ്മളാരായി, ശശിയായി. ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾക്ക് ആശയം പിടികിട്ടിയോ? ഇങ്ങനെയാണ് മാർക്കറ്റിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നത് ഇല്ലേ. ഈ സംഭവം ഇന്നലെ ബോർഡ് മീറ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നടന്നതായിരിക്കും, പക്ഷേ ഇത് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവസാനം രാവിലെ 9:03 ഇത് കൊണ്ടുപോയി ഇട്ടതിൻ്റെ ഉദ്ദേശം നിങ്ങൾ തന്നെ പറ. 9:03 ഇത് പ്രസിദ്ധീകരിക്കണം, ഇങ്ങനെ ന്യൂസ് പുറത്ത് വിടണമെന്നെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇല്ലാതെ ഈ ഇവിടത്തില്ലല്ലോ, അല്ലേ നേരത്തെ വിട്ടാൽ മതിയായിരുന്നല്ലോ, അല്ലെ ഇന്നലെ രാത്രിയിലെ വിടായിരുന്നല്ലോ അല്ലേ. ഈ കറക്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ന്യൂസ് പുറത്ത് വന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്, ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നു. വെരി ക്ലിയർ അല്ലേ, വെരി ക്ലിയർ. ഞാനിതിപ്പോൾ ഓൾറെഡി അവിടെ ഞാൻ നമ്മുടെ സീനിയർ ഗ്രൂപ്പിൽ ഇത് പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് ഇതിന് മാനിപ്പുലേഷൻ ആണെന്നുള്ള പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മനസ്സിലായി. അപ്പോൾ ഇതുപോലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനാണ് നമ്മളെപ്പോഴും എന്തായിരിക്കണം, ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം, മനസ്സിലായോ. മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സംഭവം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മാറിയിരുന്നു. ഞാനിവിടെ തുടക്കം തന്നെ ഞാൻ ഒരു എടുത്ത് സാധനം മേടിച്ചു, നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോയി. അതിനുശേഷം നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്, നിങ്ങൾ കണ്ടല്ലോ, മേടിച്ച് വീട്ടിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാതെ രാവിലെ കാത്തിരിക്കുകയാണ്, CEO PE എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇതുമെല്ലാം അറിയില്ല. നാളെ ഇപ്പോൾ ഓൾറെഡി വേണമെങ്കിൽ HDFC പിന്നെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്, ബോണസ് കിട്ടുന്ന ദിവസമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ CE എടുത്ത ആൾക്കാരുണ്ടായിരിക്കും, റീറ്റെയിലേഴ്സ്. കാരണം അവർക്കറിയത്തില്ല, കാരണം HDFC ഏറ്റവും വെയിറ്റ് ഉള്ള സ്റ്റോക്കാണ്, ഒരു പക്ഷേ മേലോട്ട് പോകും, ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ പറക്കും എന്ന്. കാരണം നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ കാണിച്ചു, എന്നിട്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അർത്ഥം എന്തുവാ, മാർക്കറ്റ് പറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ട് എത്രയോ മഹാമാരി കാണും ഇല്ലേ, എല്ലാവരുടെയും പൈസ വെള്ളത്തിൽ പോയില്ലേ. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അവിടെയാണ് ന്യായം. നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോകാൻ. ഇപ്പോൾ രാവിലെ ന്യായം പാലിച്ച് ഇത്രയും ഇത് ക്യാപ്ചർ ചെയ്തു, ഈ ന്യൂസും വെച്ചിട്ട് ഇത് ക്യാപ്ചർ ചെയ്ത് ആരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യവാൻ, അവൻ അതുകൊണ്ട് വീട്ടിൽ പോയി നേരെ. അല്ലാതെ അതിന് ശേഷം എന്തെങ്കിലും ചൊവ്വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നോ? ഇവിടെ ആകെ പോയതാണ്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു CEക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇതൊന്നും ഒരു കൺഫർമേഷൻ അല്ല. ഇവിടെ ധാരാളം നോക്കി റിജക്ഷൻ ക്യാൻഡിൽ വന്നു, പക്ഷേ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു ന്യൂസും ഇങ്ങനൊരു സെറ്റപ്പും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ റിജക്ഷൻ ക്യാൻഡിലൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ. നമുക്ക് ഈ തിയറി പ്രാക്ടിക്കൽ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. തിയറി നമുക്കുണ്ട്, ഡോക്യുമെൻ്റാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ വന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ ഇത് ഫുൾഫിൽ ആകുമ്പോൾ ഇത് ചെയ്യണം, ഇതാ പഠിപ്പീര് ഇല്ലേ. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പം അവിടെയുള്ള സിനാരിയോ നോക്കണം, അപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് എന്താ നമ്മൾ നോക്കണം മാർക്കറ്റിൻ്റെ. അല്ലാതെ എല്ലാ റിജക്ഷൻ ക്യാൻഡിലും കയറി ട്രേഡ് എടുക്കുക അല്ല ചെയ്യേണ്ടത്, മനസ്സിലായി. ഇവിടെ റിജക്ഷൻ വന്നു, ശരിയാണ്, കറക്റ്റ് ട്രേഡ് ഉണ്ട് അവിടെ. നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച്, തിയറി അനുസരിച്ച് എന്താണ് അവിടെ ട്രേഡ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ വേറെ രീതിയിൽ ചിന്തിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കണം, ന്യൂസ് എന്താണ് വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, HDFC ആ സമയത്ത് അങ്ങനെ 12 പോയിൻറ്റ് 15 പോയിൻ്റ് എങ്ങനെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്ത് HDFC പ്രീ മാർക്കറ്റിൽ 9/7 15 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതിനുശേഷം നേരെ കാറ്റഴിയുടെ ബലൂൺ പോലെ HDFC താഴെ പോയിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രീ പ്ലാൻഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് വിട്ടുപോകരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ആക്ഷൻസോ സ്ട്രാറ്റജികളോ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ റിജക്ഷൻ ക്യാൻഡിലോ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. കാരണം എന്താ, മാർക്കറ്റ് ആ ന്യൂസിന് പുറകെ പോകും.
ഇല്ലെങ്കിൽ അവരെന്താണോ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഫുൾഫിൽ ആകുന്നിടം വരെ, അല്ല അത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ മാർക്കറ്റ് എന്ത് ചെയ്യും, നമുക്ക് പിടിതരത്തില്ല, അല്ലെ മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കുക, വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കരുത്. നമുക്ക് മാർക്കറ്റിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ സെറ്റപ്പ്, നമ്മുടെ എൻട്രി സെറ്റപ്പ് അല്ല, നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ ബോധ്യമായതിന് ശേഷം ട്രേഡ് എടുക്കാനുള്ള സാഹചര്യം ഒത്തു വന്നെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും നിങ്ങൾ ന്യൂസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ, ന്യൂസ് അപ്ഡേറ്റ് ആയിരിക്കണം. മാർക്കറ്റ് എന്ത് നടന്നാലും ആ ന്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞ് വേണം. ഇതൊന്നും അറിയാതെ പോയി എവിടെയെങ്കിലും പോയി തല വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ പോലും നമ്മുടെ നിൽക്കത്തില്ല. ഇപ്പോൾ മാർക്കറ്റ് എത്രയായി, ഇപ്പോൾ മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ, 1 മണിയായോ, ഇല്ല 15:23 ആയതേ ഉള്ളൂ. മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കടന്ന് കറങ്ങുക അല്ലേ, ഇവിടെ തന്നെ നിന്ന് കടന്ന് കറങ്ങുക ഇല്ലേ, അങ്ങോട്ടും മുതൽ ഇങ്ങോട്ടും മുതൽ. ഇനിയിപ്പോൾ ക്ലോസിങ് വരുമ്പോൾ അറിയാം, ചിലപ്പോൾ മേളിൽ ഇവിടെ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്, ഇതിങ്ങനെ ഷോ കാണിക്കുമായിരിക്കും, അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. നമുക്ക് നോക്കാം എവിടെ ക്ലോസ് ചെയ്യും, നമുക്ക് അവസാനം നമുക്ക് നോക്കാമല്ലോ. അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് പിന്നെ അതിനുശേഷം ഇവിടുത്തെ കൺസോൾട്ടേഷനാണ്. ഇത് എക്സ്പയർഡ് ആയിട്ട് തലേ ദിവസമാണ് എങ്കിലും നമുക്ക് DK ഉള്ള ദിവസം അല്ലേ. ഇതിപ്പോൾ മാർക്കറ്റ് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് നമ്മുടെ പ്രീമിയം കയ്യിലിരിക്കുന്നത് നല്ലപോലെ DK വന്നുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പം ഇതൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒരു നല്ല വലിയ മൂവ്മെൻറ്റ് വന്നു, പിന്നെ നേരെ തിരിച്ചായിട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെയും താഴോട്ട് വരുന്നു. മനസ്സിലല്ലേ. അപ്പം ഇത് സെല്ലേഴ്സിൻ്റെ മാർക്കറ്റാണിത്. ഇത് സെല്ലേഴ്സിന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് അവർ ശരിക്കും നമ്മളെ കബളിപ്പിച്ച്, റീറ്റെയിലേഴ്സിനെ കബളിപ്പിച്ച് സെല്ലേഴ്സ് പൈസ ഉണ്ടാക്കുന്ന മാർക്കറ്റ് ആണ്. ഇന്നിപ്പം ഇന്നലെ 220, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ 220 ആയിരുന്നു, 220 അല്ലല്ലോ, ഇപ്പോൾ 25,200 ആയിരുന്നു ഇന്നലെയും. കട്ടയ്ക്ക് കട്ട ഇല്ലേ, ഓപ്പൺ ഇൻട്രസ്റ്റ് കട്ടയ്ക്ക് കട്ട 25,200 ആയിരുന്നു ഇന്നലെ. ഇന്നും അതുപോലെ തന്നെ. അപ്പം ഈ 25,200 സ്ട്രാഡിലെടുത്തവർക്ക് എന്താണ്, ഉഗ്രം പ്രോഫിറ്റ് കിട്ടി കാണും. കാരണം മാർക്കറ്റ് എങ്ങും പോയില്ല. ഈ 25,200 25 ടൈപ്പ് 100 നിൽക്കുന്നത്, 25,200 മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോഴും ഇല്ലേ. മാർക്കറ്റ് കുറേ ഇത്രയും പോയി, മേലോട്ട് പോയി, താഴോട്ട് വന്ന്, മേലോട്ട് പോയി, അവസാനം മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞ കണക്ക് 25,200 തന്നെ മാർക്കറ്റ് അവസാനിച്ചു. ഓൾമോസ്റ്റ് അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അവർ ക്ലോസ് ചെയ്യിക്കാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, 25,200 സ്ട്രാഡിലെടുത്തവർക്ക് നല്ല ഉഗ്രം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയാണ് നമുക്ക് ന്യായത്തിൻ്റെ പ്രസക്തി. എന്തായാലും കിട്ടിയാലും 10-15 പോയിൻ്റ് കിട്ടിക്കൊണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ മാറി നിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വീണ്ടും റീഎൻട്രി എടുക്കുക. ഇല്ല നമ്മൾ രാവിലെക്കോളം ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു കാര്യവുമില്ല, ഒരു കഥയുമില്ല. നമുക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ അതിനകത്ത് നമുക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ടൈം DK വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രീമിയം ഉരുക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ന്യായം പാലിക്കുക. ഓക്കെ, ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോവുക. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ വേലക്കൂലി, നിങ്ങളിപ്പോൾ ഏകദേശം 10, 15, 25 വെച്ചായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ആ 25,000 രൂപയ്ക്ക് ഒരു ദിവസത്തെ വേലക്കൂലി കിട്ടിയാൽ അത് തന്നെ മോർ ദാൻ ഇനഫാണ്. മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ശതമാനം കണക്ക് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം രാവിലെ ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾ ട്രേഡ് എടുത്തെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിച്ച് ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ നിർത്തി, സാറേ ഞങ്ങൾ പോവാം, കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു, വണ്ടി വിട്ടോ, കഴിഞ്ഞു, മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയാൻ പഠിക്കുക. അപ്പോൾ തൃപ്തിയുള്ള മനസ്സിന് ഉടമകളാകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ, നമ്മളൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നോക്കി അതിനൊക്കെ ശേഷം മാത്രം അതെല്ലാം ഒത്തു വന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡ് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അല്ലാതെ ട്രേഡോ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ കോളോ പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിനകത്ത് സുന്ദരമായിട്ട് വിജയിക്കാൻ പറ്റും. നിങ്ങളുടെ ലോസ് കണ്ടമാനം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് മനസ്സിലാകും, അപ്പോൾ ഞാൻ ഇത്രയും നാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ ഈ പറയുന്നതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, ഞാൻ ചെയ്യുന്നതും ഈ റിയലായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പുലബന്ധവും ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് അപ്പുറമാണ് തിരിച്ചറിവുണ്ടാകുന്നത്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായി. ഇനിയിപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളത്. 2 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം മാർക്കറ്റ് നമ്മൾ വരച്ച അതേ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ? നമ്മൾ വരച്ച അതേ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് വന്നു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, നേരെ തിരിച്ചു ഈ റേഞ്ചിൽ തന്നെ അത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു? മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് പോയി. അതാണ് ഇപ്പോൾ ക്ലോസിങ്. ഇനിയിപ്പോൾ ഏകദേശം 25, ഇപ്പം എത്രയായി? -3. അതേ ഫ്ലാറ്റ് ഓപ്പണിങ് 0 ആയി. കണ്ടോ? വെറും 0 ആയി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതും ഒരേ പോയിന്റ് തന്നെ വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് വരയ്ക്കാനൊന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഗുണം. വര നമുക്ക് ലാഭമായി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഏകദേശം 25-20 തന്നെ മിക്കവാറും അവർ ക്ലോസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല ഹ്യൂജ് ബെനിഫിറ്റ് ആയിരിക്കും 25-20 തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട്, അപ്പോൾ ഈ വര നോക്കട്ടെ നമുക്ക്. ഈ വരകളൊന്നും മാറ്റേണ്ട കാര്യമില്ല, ഇതും മാറ്റേണ്ട കാര്യമില്ല. ഇതും മാറ്റേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട. ഈ വര നമുക്കിനി അതിൻ്റെ ആവശ്യം, ഒരു മിനിറ്റ്, ഈ വര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഈ വര വേണ്ട, ആ വരയുടെ ആവശ്യമൊന്നുമില്ല, വേണ്ട, പോട്ടെ, ആ വര വേണ്ട, ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വര ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ചെറുതായിട്ട്, ഇത്രയും മതി. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, ഉണ്ടോ? 25-197, 25-200 തന്നെ അവർ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യിപ്പിക്കും. അതിനുള്ള വഴികളാണ് അവർ നോക്കുന്നത്. അതിനുശേഷം ഈ ഹൈയും. അപ്പോൾ ഇനി നാളെ മാർക്കറ്റ് ഇവിടെ താഴത്തെ ലൈൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കട്ടെ. താഴത്തെ ലൈനൊന്നും ചെയ്യാനില്ല, അത് അങ്ങനെ തന്നെ നിന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത്? നാളെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്താൽ, അപ്പോൾ നാളെ മാർക്കറ്റ് ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ എത്രയാണ്? 9 സെക്കൻഡ്, 10 സെക്കൻഡ്, 8 സെക്കൻഡ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഉണ്ടോ? 25-200 നോക്കിക്കേ, 25-200 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 202, 25-202 ക്ലോസ് ചെയ്തു. ഇനി വെയിറ്റ് ആവറേജ് ക്ലോസിങ് എവിടെ വരും നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നലത്തെ അതേ പോയിന്റ് തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ അവരെന്തോ ഉദ്ദേശിച്ചോ അത് തന്നെ അടുത്ത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല 25-200. ഇത് വളരെ സ്ട്രോങ് ആണ്. 25-200 രണ്ട് പേരും ഒരുപോലെ കോളും പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25-200 പുട്ട് റൈറ്റിംഗ് ആണ് കൂടുതൽ. പക്ഷേ 25-250 കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ. അപ്പം നാളെ ഏതെങ്കിലും രീതിയിലൊരു ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മാറി മനസ്സിലായോ? 25-200 ഇതിന് മുകളിലോട്ടാണ്, ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25-250 റൈറ്റ് ചെയ്തേക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഇറങ്ങി അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, മാർക്കറ്റ് അപ്പം പിന്നെ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇല്ല, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25-200 പുട്ട് റൈറ്റ് ചെയ്തവരെല്ലാം എന്ത് ചെയ്യണം? അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ പിന്നെയും മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളെ സംഭവിക്കാനുള്ളത്. അപ്പോൾ 25-200 വെരി ക്രൂഷ്യൽ. മാർക്കറ്റ് നോക്കിക്കേ എത്രയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്? 25-212 പറഞ്ഞതിനേക്കാളും 10 പോയിൻറ്റോടെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 212 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആക്ച്വൽ ക്ലോസിങ് 212 വന്നേക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ അതുപോലെ തന്നെ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച് വേണം മാർക്കറ്റ് നിങ്ങൾ മുന്നോട്ട് സിഇഒ പിഇഒ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ എന്താണ് 25-200 എന്ത് സംഭവിക്കുന്നു അവിടെ നോക്കിയിട്ട് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഗ്യാപ്പ് ഡൗണിലാണെന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ആ ഏത് സൈഡിലോട്ടാണോ ഓപ്പണിങ് ആ സൈഡിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ലെവലുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ ഇന്നലെ ഒരു കാര്യം പറയുന്നത്, ഇന്ന് നിഫ്റ്റി സഞ്ചരിക്കുന്നത് വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇന്ന് നിഫ്റ്റി എങ്ങനെയാണ് പോകുന്നത്? നിഫ്റ്റി സഞ്ചരിക്കുന്നത് IT ആയിരിക്കും നിഫ്റ്റിയെ നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻഫിയെ നോക്കണമെന്ന് ഞാൻ പറയായിരുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നിഫ്റ്റിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നയിച്ചത് ഇൻഫിയാണ്. കാരണം ഇൻഫി നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തത്. അവസാനം ഇൻഫി പോയിട്ട് എത്ര പോയിന്റിൽ പോയെന്നറിയാമോ? ഇൻഫി ഞാൻ കാണിച്ചു തരാം. ഇൻഫി
ഇൻഫി രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കി നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, 1580 റേഞ്ചിൽ. അതിനുശേഷം ഇൻഫി എങ്ങോട്ടാണ് പോയത്? 1600 മേളിൽ പോയി 1610 പോയിന്റിൽ ക്ലോസ് ചെയ്ത്. ഏകദേശം 30 പോയിന്റ് ഇൻഫി ട്രാവൽ ചെയ്ത്. 30 പോയിന്റ് ട്രാവൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. കാരണം IT സെക്ടറിലെ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇൻഫി. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ 4ാമത്തെ സ്റ്റോക്കാണ് ഇൻഫി. വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇൻഫി. 4ാമത്തെ 5ാമത്തെ ക്ലിയറായിട്ട് ഓർക്കുന്നില്ല. വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇൻഫി. അപ്പം ഈ ഇൻഫിക്ക് എന്ത് ചെയ്യാം? നിഫ്റ്റിയെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. അതാ നിങ്ങൾ നോക്കിക്കേ, HDFC വലിയ രീതിയിൽ 10-15 പോയിന്റ് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അവസാനം നോക്കിക്കേ, ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, നമ്മളെ പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ, ഈ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യും, എവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ആ സ്റ്റോപ്പ് ലോസ് മുഴുവൻ അടിച്ചു കളയും. അത് നോക്കിക്കേ, നിങ്ങളിപ്പം ഈ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു. നിങ്ങൾ നോക്കി, ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ ക്ലിയർ നമ്മൾ പഠിച്ച പ്രകാരം റിജക്ഷൻ ക്യാൻഡിലൂടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ന്യായം പാലിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 പോയിൻറ്റിന് ഇറങ്ങിയവരാണെന്നാണെങ്കിൽ ഓക്കെ. പക്ഷേ എത്ര പേര് ഇറങ്ങി എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, അവിടെ ഒരു ട്രേഡ് പിന്നെ നേരെ തിരിച്ചായിരുന്നു. പിന്നെ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും? എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവർക്കറിയാം നമ്മളെപ്പോലെ തന്നെ മിടുക്കന്മാരല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മളെക്കാൾ മിടുക്കനാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുള്ള കാര്യം നമ്മളെപ്പോഴും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അവർക്കറിയാം, നമ്മുടെ സൈക്കോളജി നല്ലപോലെ അറിയാവുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അതിനനുസരിച്ച് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ SL അടുപ്പിച്ച് അവർ SL ഹണ്ട് ചെയ്ത് ആയിരിക്കും മേലോട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോയി നേരെ SL ഹണ്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് താഴോട്ട് വന്നു ഇല്ലേ. പിന്നെ നേരെ ഇങ്ങനെ വന്നു, നേരെ പോയി ഇവിടെ പിന്നെ മുകളിലോട്ട് പൊട്ടിക്കുന്നു എന്നൊരു പ്രതീതി വരുത്തി. ഇവിടെ ആണെങ്കിൽ ഇവിടെ വേറൊരു സംഗതി ഉണ്ട്. ഇവിടെ കണ്ടാൽ വേറെ സംഗതി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കി ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്കാ ഒരു എൻട്രിക്കുള്ള ക്യാൻഡിലായി ഇല്ലേ. ഈ നേരത്തെ ഈ ലൈൻ ഇച്ചിരി താഴെയായിരുന്നു, ഒരു പക്ക എൻട്രിക്കുള്ള ലൈനായിരുന്നു ഇല്ലേ. അവിടുന്ന് C എടുത്തവർക്ക് 10-15 പോയിൻ്റ് ആണെങ്കിൽ ഓക്കെ, എടുത്ത് മാറിയവർക്കാണെങ്കിൽ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവർ എൻട്രി എടുക്കും, നേരെ പോകും, നേരെ തിരിച്ച് വന്ന് വീണ്ടും പഴയ പോലെ തന്നെ ഇവിടെ കിടന്ന് ആടിക്കളിച്ച് കുറേ പ്രീമിയം ഉരുക്കി കളഞ്ഞ് അവസാനം SL അടുപ്പിച്ച് അവർ വഴിക്ക് പോയി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ന്യായം. അതുപോലെ തന്നെ ഇവിടെ ന്യായം പാലിച്ചവർക്ക് 10-15 പോയിന്റ്. പക്ഷേ എത്ര പേര് അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അത് പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ ഇല്ലെന്നുള്ളതാണ് ചോദ്യം. പറയാനൊക്കെ എളുപ്പമാണ്. ഇവിടെ നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ വന്നു, ഇവിടുന്ന് പിന്നെ ഗ്രീൻ പോയി എന്നൊക്കെ എനിക്ക് പറയാം, വാദത്തിന് വേണ്ടി എനിക്ക് പറയാം, അല്ലെ എൻ്റെ സൈഡ് കറക്റ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്ക് പറയാം. പക്ഷേ ഇതൊന്നും നിങ്ങൾ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ചെയ്തു എന്നുള്ളത് ആദ്യം എനിക്ക് സംശയമുണ്ട്. മനസ്സിലായില്ലേ? 10 പോയിൻ്റ് അല്ലെ 15 പോയിന്റിൽ അങ്ങനെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അങ്ങനെ എടുക്കുന്ന കുറേ ആൾക്കാർ ആ രീതിയിൽ എടുത്ത് ATMിലൊക്കെ 200 സ്ട്രൈക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10-15 പോയിന്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടും. വെരി സിമ്പിളായിട്ട് 15 പോയിന്റ് കിട്ടും. പക്ഷേ അത് എത്ര പേര് ബുക്ക് ചെയ്തു, അതിനുള്ള മനസാന്നിധ്യം എത്ര പേര് കാണിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പം അതിനുശേഷം ഇവിടെയും ഏകദേശം ഒരു ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ട്രേഡ് എടുത്തവർക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് വളരെ സമചിത്തതയോടെ മൈൻഡ് കൺട്രോളോടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഓക്കെ, യു ആർ ഫൈൻ. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്നും പറയാനില്ല. എനിവേ നമുക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് എനിക്ക് ഇന്നത്തെ പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കേ, നമ്മുടെ റേഞ്ച് ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേഞ്ച് വിട്ട് ഏകദേശം നമ്മുടെ റേഞ്ചിനകത്ത്, നമ്മൾ വരച്ച റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇനിയും ഒന്നും പറയാനില്ല. ഈ 57,000 എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, 57,300, 57,038. ഇതൊരു ക്രൂഷ്യൽ ലെവലാണ്. ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ നിർണായകമാണ്. ഈ 56,852 താഴോട്ട് പൊട്ടിയാൽ താഴോട്ട് പോകും. പക്ഷേ ഇല്ല, നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഈ HDFC ഇപ്പോൾ ഇന്ന് ഈ ന്യൂസ് വന്നല്ലോ, ഇങ്ങനെ ഇൻ്റർ ഡിവിഡൻഡ് കൊടുക്കുന്ന പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു HDFCയിൽ ഒരു മൂവ് ഉണ്ടാക്കിയില്ല. വെറുതെ രാവിലെ ഒരു ഷോ കാണിച്ചെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കുറച്ച് പേര് വിട്ടുപോയിട്ട് കാണും. പക്ഷേ നിങ്ങൾ ശാന്തമായിട്ട് ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഈ HDFC ഇപ്പം 2000 നിൽക്കുകയാണ്. ഓക്കെ, ഇത് ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ആണ്, ATH ആണ്, ഓൾ ടൈം ഹൈ ആണ്. ഈ രണ്ടിൻ്റെയും ഉച്ചസ്ഥായിയിൽ ഏറ്റവും ടോപ്പ് പോയിൻ്റ് കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ ബോണസും ഈ ഇൻട്രീം ഡിവിഡൻറ്റും തരാൻ പോകുന്നത്. ഓക്കെ, ഇതിനർത്ഥം എന്താണ്? നിങ്ങളെ കുറേ പേരെ പെടുത്തുക. ഈ ടോപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻട്രീം ഡിവിഡൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ബോണസ് ഷെയറിന് വേണ്ടി HDFC മേടിച്ച് ചിലപ്പം ഒരു 100 പോയിൻറ്റോ അല്ലെങ്കിൽ 50 പോയിൻറ്റോ ചിലപ്പം ഒരു പക്ഷേ മേലോട്ട് പോകുമായിരിക്കാം.
പോവുമായിരിക്കും. അതിനുശേഷം ഇത് തലയും കുത്തി താഴോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് കയറാൻ വേണ്ടി എത്ര നാളെടുക്കുമെന്നോ എത്ര വർഷം എടുക്കുമെന്നോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ വർത്തമാനം പറഞ്ഞ് ചോദിക്കും. ഞാൻ കാണിച്ചു തരാമെന്നേ എന്താ സംഭവിച്ചതെന്ന്. നമുക്ക് ആദ്യം എടുക്കേണ്ട ഏതിനെയാണ്? നമുക്ക് ആദ്യം എടുക്കാം റിലയൻസിനെ എടുത്ത് നോക്കാം. നിങ്ങൾ നോക്കിക്കോ. റിലയൻസിൻ്റെ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മന്ത്ലി ചാർട്ട് നിങ്ങൾ നോക്കിക്കോണേ. റിലയൻസിൻ്റെ മന്ത്ലി ചാർട്ടാണ് എടുക്കാൻ പോകുന്നത്. റിലയൻസ് ഇതാ നോക്കിക്കേ. 2020 ഇവിടെ നോക്കാം. 2021 കോഡിൻ്റെ കാര്യം വിട്ടേരെ. 2021 ഓക്കെ. 2021 1200 ഇത് നമ്മുടെ ഇത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇങ്ങനെ കൂട്ടിക്കോ. 1292 1300 കൂട്ടിക്കോ. 1300 ഈ ബുള്ളിഷ് സെറ്റപ്പ് കൊണ്ട് ആരെങ്കിലും എടുത്തെന്ന് വിചാരിച്ചോ. 1300 ഓക്കെ. എടുത്തതിന് ശേഷം ആ 1300 എടുത്തു, തലേ വെച്ച് കിട്ടി. അതിനുശേഷം അതിങ്ങ് താഴെ പോയിരുന്നു. അതിനുശേഷം വീണ്ടും ആ 1300 എടുക്കാൻ എത്ര എടുത്തു? 2023 എടുത്തു. ഒരു വർഷം. ഏപ്രിൽ, ഇത് ജൂലൈ, 1.25 വർഷം എടുത്തു വീണ്ടും ആ ഒരു പോയിൻ്റ് ടെസ്റ്റ് ചെയ്യാൻ. മനസ്സിലായോ? അതിനുശേഷം വീണ്ടും 2024 ജനുവരി, ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. 2 വർഷത്തിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി ഏകദേശം 1500 പോയിൻറ്റ്. 1300 നിന്ന് 200 പോയിൻറ്റ്. എത്ര വർഷം കൊണ്ടാണ്? 2024 ഇത്. 2022 2024 4 കൊല്ലം കൊണ്ടാണ് 200 പോയിൻറ്റ് കിട്ടിയത്. അതിനുശേഷം വീണ്ടും തിരിച്ച് ആ ഓൾ ടൈം ഹൈ തിരിച്ച് താഴോട്ട് വന്ന് 1100 1200 റേഞ്ചിലെത്തി. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിലവിൽ നിൽക്കുന്നത് 1500 റേഞ്ചിലാണ്. അപ്പം ഇവിടുന്ന് ഈ 5-6 വർഷം കൊണ്ട് 4-5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് റിട്ടേണാണ്? 4-5 വർഷം കൊണ്ട് ഓൾ ടൈം ഹൈ പോയി എടുത്ത നിങ്ങൾക്ക് എന്ത് റിട്ടേണാണ് കിട്ടിയത്? നിങ്ങൾ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് റിട്ടേണാണ് അതിനകത്ത് കിട്ടിയത്? 200 രൂപയാണ് കിട്ടിയത്. 200 പോയിൻറ്റ് 5 വർഷം കൊണ്ട്. ഇതൊന്ന് എക്സാമ്പിൾ 1. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ മെയിൻ സംഭവം HDFC തന്നെ എടുക്കാം. HDFC എന്താ നോക്കിക്കേ. നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ച് കാണേണ്ട കാര്യമാണ്. HDFC നോക്കിക്കേ. ഈ ഒരു പോയിൻ്റ് മേജർ പോയിൻ്റാണ്. ഓക്കെ. എത്രയാണ് ഇവിടെ? എത്രയാണ്? 2021 ഓക്കെ ഫെബ്രുവരിയിൽ ഇതിൻ്റെ പ്രൈസ് തരാം 1683. 1683. അതിനുശേഷം ഈ 1683 ശേഷം ഈ 1683 ബ്രേക്ക് ചെയ്യാൻ എത്ര നാളെടുത്തു നോക്കിക്കേ. ഇവിടെ 2025 2021 നിങ്ങൾ 1600 അല്ല 1700 കൂട്ടിക്കോ. 1700 രൂപയ്ക്ക് മേടിച്ച HDFC അത് ബ്രേക്ക് ചെയ്ത് 2000 ലെവലിലോട്ട് എത്താൻ 5 കൊല്ലം എടുത്തു. 5 കൊല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുകൊണ്ടാണ് ഓൾ ടൈം ഹൈ പോയി തലവെച്ച് കൊടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് ചിലപ്പം അവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി ചിലപ്പോൾ മേലോട്ട് പോകാതിരിക്കാം. അത് സംഭവിക്കാതിരിക്കില്ല. പക്ഷേങ്കിൽ ഈ പറയുന്ന ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലെല്ലാം നമ്മൾ നിരന്തരം കണ്ടുവന്നിരിക്കുന്ന സ്വഭാവം ഇതാണ്. മനസ്സിലായില്ലേ? 5 കൊല്ലം കൊണ്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി ഈ 1700 എന്നുള്ളത് 300 രൂപയുടെ അപ്രീസിയേഷന് വേണ്ടി 5 കൊല്ലം കാത്തിരുന്നു. 5 കൊല്ലം. അതേസമയം ന്യായം ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിലോ ഇതാ നോക്കിക്കേ. എത്രയോ ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു. ന്യായം ബുക്ക് ചെയ്യുന്നവർക്ക്. ഇവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. വെരി അടിപൊളി ഒരു സാധനത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഇൻഫി തന്നെ എടുക്കാം. നോക്കിക്കേ. ഇൻഫി ഓൾ ടൈം ഹൈ എന്നാണ്? 2022 ജനുവരി, 2021 ഡിസംബർ, 22 ജനുവരി കൂട്ടിക്കോ. 2020 ഞങ്ങളിത് പറയുന്നത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി പറയുന്നത്. 2022 ഓൾ ടൈം ഹൈ എത്രയാണ്? 1700 കൂട്ടിക്കോ. 1700 ഓക്കെ. 1700 2000 ഓൾ ടൈം ഹൈ കൊണ്ട് തലവെച്ചതിന് ശേഷം ഇത് തിരിച്ച് താഴെ പോയിട്ട് വീണ്ടും തിരിച്ച് ഈ ഓൾ ടൈം ഹൈ എത്താനത്ത് എടുത്തു. 2022 2024 എടുത്തു. 2 കൊല്ലം എടുത്തു വീണ്ടും ഈ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടി. 2 കൊല്ലം. അപ്പം ഇവിടെങ്ങാണ് ആരെങ്കിലും പോയി എൻട്രി എടുക്കുന്ന അവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും പൈസ ഡെഡ് മണിയായി മാർക്കറ്റിൽ കിടക്കുകയാണ്. പിന്നെ ടെൻഷൻ വേറെ. അതിനുശേഷം വീണ്ടും അതേവെന്ന് പറഞ്ഞ് താഴെ കിടക്കുകയാണ്. വീണ്ടും തിരിച്ച് 1600 റേഞ്ചിൽ വീണ്ടും വന്നു. അപ്പോൾ ഇവിടെ ഓൾ ടൈം ഹൈയിൽ എടുത്തവൻ ഇനി എന്ത് പ്രയോജനം അവനുണ്ടായത്? ഇതുവരെയായിട്ട് ഒരു അപ്രീസിയേഷൻ ഉണ്ടായോ? ഒരു ബെനിഫിറ്റ് ഉണ്ടായോ? ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അടുത്തത് കാണിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണും. അടുത്ത TCS. അതിൻ്റെ കഥ അതിനേക്കാൾ വലിയ രസമാണ്. അത് നോക്ക്.
ഇത് 2021 2021 ഓൾ ടൈം ഹൈ പോകുന്നത്. ഓക്കെ, എത്രയാണിത്? ഏകദേശം 4000 റേഞ്ച് കൂട്ടിക്കൂ. 4000 റേഞ്ച് 4000 റേഞ്ചിലാണ് ഓൾ ടൈം ഹൈ. ഇവിടെ കൊണ്ട് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും കൊണ്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ മണ്ട കൊണ്ട് ഓൾ ടൈം ഹൈ കൊണ്ട് തല വെച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ തിരിച്ചു പോയിട്ട് ഈ 4000 റേഞ്ച് എത്താൻ എത്ര കൊല്ലം എടുത്തു? 2024 2021 മുതൽ 2024 വരെ 3 കൊല്ലം കാത്തിരുന്ന് തല ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ച് ഈ പോയിന്റ് തന്നെ എത്താൻ അവൻ 4 കൊല്ലം എടുത്തു. അതിന് ശേഷം വീണ്ടും പോയത് 4500. ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ 4000 നിന്ന് 4500 പോകാൻ വേണ്ടി ഏകദേശം പിന്നെയും ഇവിടുന്ന് 2024 പകുതി 21 മുതൽ 24 പകുതി വരെ ഏകദേശം 4 വർഷം കാത്തിരുന്നു ഒരു ബ്രേക്ക് ഔട്ട്. എന്നിട്ടും വലിയ അപ്രീസിയേഷൻ ഒന്നുമില്ല. 500 രൂപയുടെ ഇതേ കിട്ടിയുള്ളൂ 5 കൊല്ലം കൊണ്ട്. പിന്നെ നേരെ മാർക്കറ്റ് സാധനം തിരിച്ച് താഴെ പോരുന്നു. ഹോൾഡ് ചെയ്യുന്നവനാണെങ്കിൽ ഇപ്പം 3233 കിടക്കുന്നത്. ഏകദേശം 1500 പോയിൻറ്റിന് അകലെയാണ്, വീണ്ടും താഴെയാണ് കിടക്കുന്നത്. TCSൻ്റെ കഥയാണ് പറയുന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കോട്ടക് ബാങ്ക്. കാണിച്ചു തരാം. നിങ്ങൾ കോട്ടക് ബാങ്ക് 2020 അവിടെ വരച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 2021 ഓൾ ടൈം ഹൈ പോയതാണ്. ഇവിടെങ്ങാണം കൊണ്ട് ആരെങ്കിലും തല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2021 2000 റേഞ്ചിൽ 2250 റേഞ്ചിൽ ഓൾ ടൈം ഹൈ പോയത്. ഇവിടെങ്ങാണം ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് തല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 5 വർഷം കൊണ്ട് അവൻ്റെ മണി ഡെഡാണ്. 5 വർഷം കൊണ്ട് അവൻ്റെ മണി ഡെഡാണ്. ഇതുകൊണ്ടാണ് ഓൾ ടൈം ഹൈയിൽ കൊണ്ട് ഒരിക്കലും തല വെക്കരുത്. നമുക്ക് ചിലപ്പം ബ്രേക്ക് ഔട്ട് കിട്ടിയങ്ങ് പോയെന്ന് വിചാരിക്കാം. പക്ഷെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ FISൻ്റെയിലും DISൻ്റെയിലും HNISൻ്റെയിലും ഒക്കെ ധാരാളം ഇരിക്കുന്ന അവരുടെ ഫേവറേറ്റ് സ്റ്റോക്കുകളാണ് ഈ പറയുന്ന ഹെവി വെയിറ്റേജ്. ആദ്യത്തെ 5, 6, 7 സ്റ്റോക്കുകൾ നിഫ്റ്റിയിലെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഓൾ ടൈം ഹൈയിൽ കൊണ്ടുപോയി നിങ്ങൾ തല വെക്കരുത് എന്ന് പറഞ്ഞതിന് ചിലപ്പോൾ 10-ൽ 1 വല്ലതും ബ്രേക്ക് ഔട്ട് കിട്ടി ചിലപ്പം പോയെന്നിരിക്കാം. പക്ഷേ അത് കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാത്തും കൊണ്ടുപോയി തല വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ HDFCയുടെ കാര്യം വരുമ്പോൾ പിന്നെയും ഇങ്ങനെ സൂചിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓക്കെ, ഇത് ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, ഏതെങ്കിലും രീതിയിലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ സംഗതി. അത് മാത്രമല്ല, അത് അവിടെ ഞാൻ മന്ത്ലി വരച്ചിട്ടിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടോ, ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺ ഉണ്ട് അവിടെ. ആ പാറ്റേണിനകത്താണ് ഈ സംഭവം നിൽക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ഈ സാധനം ഒരു പ്രോഫിറ്റ് ബുക്ക്. ഇനി ഏതെങ്കിലും രീതിയിൽ ശനിയാഴ്ച റിസൾട്ടുണ്ട്, ഈ റിസൾട്ടിനകത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ നെഗറ്റീവ് എങ്കിലും വന്നാൽ, അല്ലെ NB ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ കളി മുഴുവൻ മാറും. അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതിലൊക്കെ പൊസിഷൻ എടുക്കുമ്പോൾ, ഇപ്പോൾ ഈ എൻട്രി ഡിവിഡൻഡ് കിട്ടുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചാടി കയറുന്നവരുടെയൊക്കെ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയുകയാണ്, സൂക്ഷിച്ചും കണ്ണും ചെയ്യുക. വേറെ ധാരാളം സ്റ്റോക്കുകളുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ചെയ്യുക. എൻ്റെ ഒരു ഇതുപോലെ IRCTC നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്ന സമയത്ത് ഒരു വെച്ചടി കയറ്റമായിരുന്നു. 5000 രൂപ വരെയൊക്കെ പോയായിരുന്നു ആ സ്റ്റോക്ക്. 5000 രൂപ വരെ. അവസാനം സ്പ്ലിറ്റെല്ലാം കഴിഞ്ഞ് സാധനം ഇതാണ്ട് ഇപ്പോൾ താഴെ കിടക്കുന്നു. 2 കൊല്ലം കൊണ്ട് സാധനം താഴെ കിടക്കുക. 800 രൂപയെ കിടന്ന് കളിക്കുക. സ്റ്റോക്ക് സ്പ്ലിറ്റ് കിട്ടിയപ്പോഴെങ്ങാണ്ട് 1000, 1500, 1200 ആ റേഞ്ചിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ 800 രൂപയെ കിടക്കുക. എഴുന്നേൽക്കുന്നില്ല. ഇനി അത് എന്ന് എഴുന്നേറ്റ് വരുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. വരാതിരിക്കത്തില്ല. ഇപ്പോൾ പക്ഷെ നല്ല സമയമാണ് ഇപ്പോൾ അത് ആഡ് ചെയ്യാൻ ഭാവിയിലേക്ക്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഓൾ ടൈം ഹൈയിൽ കിടന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊണ്ടുപോയി ദൈവത്തെ വർത്തനത്തിൽ നിന്ന് കൊണ്ടുപോയി തല വെക്കരുത്. ഞാൻ പറഞ്ഞങ്ങ് സംഗതി നീണ്ടുപോയി. ഓക്കെ, അപ്പം ഇനി അപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു ഇല്ലേ. മിഡ് ക്യാപ്പിനകത്തിലാണ് നമ്മൾ മിഡ് ക്യാപ്പിനെ നയിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ BSE ആണ് മിഡ് ക്യാപ്പിനെ കൊണ്ട് നടക്കുന്നത്. ഇന്നും നല്ല രീതിയിലാണ് നമ്മുടെ വരച്ച ലൈനിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, BSE കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ. ഇന്നും BSE നെഗറ്റീവായിരുന്നു. അവസാനം 50 പോയിൻ്റ് വരെ അപ്പ് പോയായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് 16 ക്ലോസ് ചെയ്തു. അപ്പം ഈ BSEയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സാധനം താഴോട്ട് വരത്തുള്ളൂ. അല്ല BSE നോക്കി മാത്രം ഇത് ട്രേഡ് ചെയ്താൽ മതി.
അപ്പം നമ്മുടെ വരയ്ക്കകത്ത് തന്നെ നിൽക്കുന്നത്, റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക, ന്യായം പാലിക്കുക. ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവിട്ടി കിടക്കാതെ നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം പ്രോഫിറ്റ്, മിനിമം ടൈമിൽ മാക്സിമം പ്രോഫിറ്റ് അല്ല, മിനിമം ടൈമിൽ ഒരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് അത് കിട്ടിക്കൊണ്ട് അത് വാങ്ങി നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.